ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ വീട് നമ്മുടെ ഹൗസാണ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ എപ്പിസോഡ് നമ്മൾ ഫുള്ള് ഹൗസ് ബിൽഡിംഗ് ആവാനാണ് ചാൻസ്. കാരണം നമ്മൾ അത്രയ്ക്ക് ടൈം പിടിക്കും. കാരണം എൻ്റെ അടുത്ത് റിസോഴ്സസ് കംപ്ലീറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിസോഴ്സസ് കളക്ട് ചെയ്യാനൊക്കെ പോകേണ്ടി വരും. അപ്പോൾ വീടിൻ്റെ ഫൗണ്ടേഷൻ നമ്മൾ ഡീപ്പ് സ്ലീപ്പ് ബ്രിക്സ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ വാൾസ് നമ്മൾ ഡാർക്ക് ഓക്ക് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഈ ഡാർക്ക് ഓക്കിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളടുത്ത് റിസോഴ്സസ് കുറവാണ്. ഡാർക്ക് ഓക്കിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആ ട്രാവലിംഗ് വില്ലേജറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ സാപ്ലിങ്സൊക്കെ നമ്മൾ അത് കട്ട് ചെയ്തതിന് ശേഷം സാപ്ലിങ്സ് നമ്മൾ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് അത് ഡീജനറേറ്റ് ആയിപ്പോയി. അപ്പോൾ നമ്മളിന്ന് പുതിയ ഡാർക്ക് ഓക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഒരു ഡാർക്ക് ഓക്ക് ഫോറസ്റ്റ് തന്നെ നമ്മൾ തിരഞ്ഞു പോകേണ്ടി വരും. അതിലുള്ള യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ ഡാർക്ക് ഓക്ക് ഫോറസ്റ്റാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 10-12 സാപ്ലിങ്സ് ഒക്കെ കിട്ടിയാൽ നമുക്ക് 3 മരം ഒക്കെ ഉണ്ടാക്കാം. ഒരു മരം ഉണ്ടാവണമെങ്കിൽ 4 സാപ്ലിങ്സ് വേണം. ഡാർക്ക് ഓക്കിന് മാത്രമാണ് അത് വരുന്നത്. പിന്നെ അത്യാവശ്യം ഫുഡൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ സാപ്ലിങ്സും കുറച്ച് കളക്ട് ചെയ്തായിരുന്നു. അതും തീർത്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ അവിടെ നിന്ന് പോകുന്നത്. അവിടെ നേരെ വീട്ടിലോട്ട് നമ്മൾ വിട്ടു. ഏതായാലും ഇവിടെ ഒരു 200-300 ബ്ലോക്സ് അപ്പുറത്തായിട്ടാണ് നമുക്കിത് കിട്ടിയത് കേട്ടോ. അതുകൊണ്ട് അധികം ദൂരമൊന്നും പോകേണ്ടി വന്നില്ല. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ഇൻറ്റീരിയർ വർക്കും അതുപോലെ വിൻഡോയുടെ വർക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളിപ്പോൾ റൂഫിൻ്റെ ഭാഗത്തോട്ടെത്തി. അപ്പോൾ ഒരു ട്രയാങ്കിൾ ക്ലാസിക് ലുക്ക് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, പരമാവധി ട്രയാങ്കിൾസ് രൂപത്തിൽ ഫ്രണ്ടിൽ ബാക്കും ട്രയാങ്കിൾ ആക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ആക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ബാക്കിൽ ബ്ലോക്സ് വിട്ട് കൂടുതലുള്ളതുകൊണ്ട് മുമ്പത്തെ അതേ ഹൈറ്റിൽ കിട്ടൂല. അപ്പോൾ നമ്മൾ ഒരു ട്രയാങ്കിൾ മുമ്പിലോട്ട് ഒരു ട്രയാങ്കിൾ സൈഡിലോട്ട് എന്നുള്ള രീതിക്കാണ് പിന്നെ നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ വർക്കൗട്ട് ആവാത്തതുകൊണ്ട് തന്നെ 1-2 പ്രാവശ്യം നമ്മൾ പൊളിച്ച് വീണ്ടും പണിയുടെ ആവശ്യം വരുന്നുണ്ടായി. അപ്പോൾ നമ്മൾ കയ്യിലുണ്ടായിരുന്ന സ്റ്റേഴ്സ് ഉപയോഗിച്ച് പകുതിയോളം റൂഫ് നമ്മൾ സെറ്റപ്പാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കിനി അടുത്ത റിസോഴ്സും കൂടെ കളക്ട് ചെയ്യണമെങ്കിൽ വീണ്ടും മൈനറി. ഓക്കെ, സോ നമ്മുടെ വീഡിയോ ലെങ്ത് കൂടാതെ ഇരിക്കാൻ ഞാൻ ഓഫ് ക്യാമറയിലാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്തത്. ഇപ്പോൾ നമ്മുടെ സീലിംഗ് ഇപ്പോൾ ഫുള്ളായി. ഇനിയിപ്പോൾ സൈഡിൽ കൂടെ കുറച്ച് ഗ്രീനറി വരുത്താൻ വേണ്ടി ഡാർക്ക് ഓക്കിൻ്റെ ലീഫ് നമ്മൾ കളക്ട് ചെയ്ത് പ്ലേസ് ചെയ്യണം. എന്തുകൊണ്ട് ആ ലുക്ക് കിട്ടണമെങ്കിൽ ആ നാച്ചുറലായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിന് ഒന്നും കൂടെ ക്വാളിറ്റി കൂടെ. ലീഫ് എന്ന് പറയുന്ന ഒരു ലെജൻഡറി ഐറ്റം തന്നെയാണ് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ നമ്മൾ അതിനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ട് പിന്നെ പിറ്റേ ദിവസം നമ്മൾ
ബാക്കി ഡീറ്റെയിലിംഗ് ഇതൊക്കെ ചെയ്യാൻ നിന്നപ്പോഴാണ് പിങ്ക് ലാമയെ കാണുന്നത്. അത് ഗെയിമിൻ്റെ ഗ്ലിച്ചാണോ എന്താണെന്ന് അറിഞ്ഞൂട. പിന്നെ അതുപോലെ നമ്മൾ ഈ ഫൗണ്ടേഷൻ്റെ അടിയിൽ കുറച്ച് സ്പേസ് ഉണ്ടല്ലോ, അവിടെ സ്റ്റോറേജ് ആക്കാമെന്ന് വിചാരിച്ചു. അടി നമ്മൾ സാധാ ബ്ലോക്ക് വെച്ചാണ് ചെയ്തത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ കംപ്ലീറ്റ് ലുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആരെയൊക്കെ ഇഷ്ടപ്പെട്ടൊന്നും എന്തെങ്കിലും വയ്ക്കുക പിന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളെന്ന് പറയുന്നത്. ഇത് നമ്മൾ ബെഡ് കുറച്ച് അത്യാവശ്യം സെറ്റപ്പാക്കി, അതുപോലെ ഇന്ത്യയിൽ അവിടെ എൻട്രൻസിൻ്റെ അവിടെ കൊടുത്ത് പുറത്ത് നമ്മളിങ്ങനെ ഒരു ഔട്ട്ലുക്കാണ് കേട്ടോ കൊടുക്കുന്നത്. കാരണം ഇവിടെ ഫില്ല് ചെയ്ത ആ വീടിൻ്റെ ലുക്ക് കിട്ടണമെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ വീട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.